Hi, welcome to our online class. So anyway, we ended our last chapter by solving harmonic oscillator. Right. Now we shall move on to next, that is the final chapter of quantum mechanics, that is hydrogen atom. Right? ഇത് വലിയ ചാപ്റ്റർ ഒന്നുമല്ല. എനിവേ let us start our chapter. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ശരിക്കും ഒരു വലിയൊരു എസ്സേയാണ്. നമുക്ക് 2-3 ലെക്ചറായിട്ട് ചുരുക്കി എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം അതിനെ. ഓക്കെ, അങ്ങനെ എടുക്കാം. അതൊന്നൊന്നാവുക. എനിവേ, ഹൈഡ്രജൻ ആറ്റം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്ത പോലെ, അല്ലെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ വെൽ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ടണൽ, റൈറ്റ്, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. 3-4 എക്സാമ്പിളോളം കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തെയും ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചോദിക്കാം, എന്നാൽ പിന്നെ അതും കഴിഞ്ഞ പാഠത്തിൽ തന്നെ ചെയ്താൽ പോരെ? കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അത് അങ്ങനെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ സിമ്പിളായിട്ട് 1-2 സ്റ്റെപ്പിൽ റിസൾട്ട് എഴുതി വെക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലവും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും d²/dx², എക്സ് അത് 1 ഡയമെൻഷനിൽ മാത്രമാണ്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 3 ഡയമെൻഷനാണ്. അപ്പോൾ 3 ഡയമെൻഷണൽ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഡിഫിക്കൽറ്റി. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, അത് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ്, ഇങ്ങനെ കണ്ട കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. രണ്ടാമത്തെ കാര്യം, ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്താൽ അപ്പോഴാണ് നിങ്ങൾക്ക് 2-3 ക്വാണ്ടം നമ്പർ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, N, L, M. ഓക്കെ, NLM നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. എവിടാ, +2-ല് റൈറ്റ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നിങ്ങൾക്ക് പഠിച്ചു ഓർമ്മയില്ലേ? എനിവേ, അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ അത് അവിടെ ബൈഹാർട്ട് പഠിച്ചതാണ്. നമ്മളാരും മനസ്സിലാക്കി പഠിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കണം. റൈറ്റ്, നേരത്തെ പഠിച്ചതിൻ്റെ കൂടെ പഠിച്ചതിൻ്റെ കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് പുതിയ, അതായത് നമ്മുടെ അവസാനത്തെ 5ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ തന്നെ 3 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. 4ാമത്താണ് എടുക്കാൻ പോകുന്നത്, ഒന്ന് മിസ്സായെടുത്തത്. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സ് ഈ ഒരു അടുത്ത ഒരു 1-2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വാട്ടവർ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലേ? എനിവേ, തീരട്ടെ. ബാക്കി നിങ്ങളുടെ എക്സാമിന് പോയി വന്നിട്ട് എഴുതാം. റൈറ്റ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ സാധാരണ റെഗുലർ ക്ലാസ് തീരുന്നതിനേക്കാൾ ഫുൾ തീർന്നിട്ടുണ്ട്, നന്നായിട്ട് തീർന്നിട്ടുണ്ട്. റെഗുലർ ക്ലാസ് ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സും ലാബൊക്കെ കട്ട് ചെയ്തിട്ട് ക്ലാസ് വെക്കേണ്ടി വരും, എന്നിട്ടാണ് തീരാറ്. റൈറ്റ്, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് സ്ട്രൈക്ക് ഇല്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ഓൺലൈൻ ക്ലാസ്, അത് 20 മിനിറ്റ് ക്ലാസ് എടുത്താൽ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിൽ 1 മണിക്കൂർ എടുക്കുന്നതിന് തുല്യം. സോ വാട്ടവർ, let us move on to hydrogen atom. Yeah, it consists of, എല്ലാപ്പോൾ നമ്മൾ ചിത്രം വരച്ചാണോ അല്ലേ? It consists of a central proton, around an electron is revolving. Okay, sorry, radius r. Okay, അപ്പോൾ ഈ ഒരു സിസ്റ്റം ആണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം. ഏറ്റവും സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോൺ അല്ലേ? നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളായ ആറ്റാണത്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോൺ. ഇവൻ ഡ്യൂട്ടീരിയം ആണെങ്കിൽ പോലും ന്യൂക്ലിയസിൽ ന്യൂട്രോണും കൂടെ വന്നു അല്ലേ? കാൽക്കുലേഷനൊക്കെ ആകെ അനുഭവം. നമ്മൾ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച കഥ പറഞ്ഞത്? ഓർബിറ്റൽ മോഷനിൽ മുമ്പ് റൈറ്റ് പറഞ്ഞോണ്ടാന്ന് വിചാരിക്കുകയാണ്. എനിവേ, ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. For the simplicity of this problem, let us consider this proton is at rest. പ്രോട്ടോണിന്റെ മോഷൻ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ന്യൂക്ലിയർ മോഷന്റെ എഫക്ട് എന്താ? നമ്മളിവിടെ ഇലക്ട്രോണിന്റെ മാസ സാധാരണ h²/2m, ആ എമ്മില് ഇലക്ട്രോണിന്റെ മാസ വരാറ്. പക്ഷെ അതിന് പകരം നമ്മൾ റെഡ്യൂസ്ഡ് മാസ് m' അല്ലേ, അത് ഉപയോഗിക്കേണ്ടി വരും. എനിവേ, തൽക്കാലം ഞാൻ പ്രോട്ടോൺ റെസ്റ്റിലാണെന്ന് വിചാരിക്കുന്നു. ആകെ നിങ്ങൾ പ്രോട്ടോണിന്റെ മോഷൻ കൺസിഡർ ചെയ്താൽ തന്നെ, അത് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മോഷൻ, അത് കൺസിഡർ ചെയ്താൽ തന്നെ നമുക്ക് m' എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് റീഅറേഞ്ച് ചെയ്യാനേ ഉള്ളൂ ഇക്വേഷൻ. പക്ഷെ വാട്ടവർ, തൽക്കാലം നമുക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്ക് കടക്കണ്ട. റൈറ്റ്,
ആ ഒരു മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് പ്രോട്ടോൺ ഈസ് അറ്റ് റെസ്റ്റ് എന്നങ്ങ് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷനിൽ എം ഡാഷിൽ എം തന്നെ വരും. സോ ദാറ്റ് ഇതൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് അല്ലേ. അതുകൊണ്ട് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഞാൻ എഴുതാം. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. എന്തായിരുന്നു? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ 3 ഡയമെൻഷൻ ആണ്. അപ്പോൾ 3 എണ്ണം ഉണ്ടാവും. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ അല്ലെ. നേരത്തെ നമുക്ക് ഡി സ്ക്വയർ സൈ ബൈ ഡി സ്ക്വയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 ഉണ്ടാവും, 3 ഡയമെൻഷൻ ആണ്. പ്ലസ് 2m ബൈ h കട്ട് സ്ക്വയർ e മൈനസ് വി ഓഫ് ഇവിടെ പൊട്ടൻഷ്യൽ ആറിന്റെ ഫംഗ്ഷൻ അല്ലേ. സോ വി ഓഫ് ആർ ഹൈഡാറ്റമാക്കട്ടെ ഇൻറ്റു സൈ എല്ലാ പീസ് അതിനെ വിട്ടു പോകുന്നുണ്ട്. പ്രാവശ്യം പോകുന്നുണ്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോ ഇതാണ് എൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ഇതാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടത്. പക്ഷേ ഫസ്റ്റ് വ്യൂ തന്നെ ഒരു ഡിസ്ക്രിപ്പൻസി ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്? പൊട്ടൻഷ്യൽ ഉള്ളത് XYZ അല്ല ആറിലാണ്. നമ്മുടെ സ്പെറിക്കൽ പോളാർ നമ്മുടെ പൊസിഷൻ വെക്ടർ R വരയ്ക്കാനാണ് ആറിലാണുള്ളത്. പകരം ഡെൽ സ്ക്വയർ ടേം XYZ ലാണുള്ളത്. സോ ഇത് ഒരൊറ്റ ഇക്വേഷൻ തന്നെ കാർട്ടീഷ്യന്റെ പാർട്ടും വന്ന് ആറിന്റെ പാർട്ടും വന്നു. അത് നടക്കൂല. അപ്പൊ ഒന്നുകിൽ ഇവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ പൊട്ടൻഷ്യൽ അല്ലെ, പൊട്ടൻഷ്യലിന്റെ ഫോം ഞാൻ എഴുതിയില്ലേ. ആ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ അതിൽ ആറാണത്, ആറിന്റെ ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ അവിടെ ആറിന് എന്ത് ചെയ്യാം നിങ്ങൾ? ഒന്നുകിൽ XYZ, ആറെന്താ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ, അത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ മൊത്തം എങ്ങോട്ട് മാറ്റുക? ഇക്വേഷനെ സ്പെറിക്കൽ പോളാർ നിങ്ങളുടെ SPC സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുക. വിച്ച് വൺ ഈസ് ബെറ്റർ ഫോർ us? ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു സ്പെറിക്കൽ സിമെട്രി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആറിനെ പിടിച്ചിട്ട് XYZ മാറ്റുന്നതിന് പകരം മൊത്തം ഈ ഇക്വേഷൻ നമ്മൾ എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു? സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ നല്ലത്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വി ഓഫ് ആർ. എന്താ പൊട്ടൻഷ്യൽ? ഇവിടെ ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ഉള്ളത് അറ്റ് എ ഡിസ്റ്റൻസ് r. അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എന്താ ഒന്ന് പറഞ്ഞാണി. വി ഓഫ് ആർ എന്താ വരിക? 1/4πε0 Q1 Q2 ബൈ r ആണ് പൊട്ടൻഷ്യൽ. ഇവിടെ പ്രോട്ടോൺ E ആണ്, ഇലക്ട്രോൺ മൈനസ് E ആണ്. അപ്പോൾ മൈനസ് E സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് r ആണ് അല്ലേ. റൈറ്റ്. അപ്പോൾ E സ്ക്വയർ ബൈ അല്ലെ മൈനസ് E സ്ക്വയർ ബൈ 4πε0 r. അതാണ് പൊട്ടൻഷ്യൽ. ഇതെടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഈ ആറിന് XYZ കൊടുത്താലും ചെയ്യാം. ബട്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? മൊത്തം ഈ ഡെൽ സ്ക്വയർ ടേമിനെ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നത്? SPCയിലേക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. നോക്കേ, ഈ ഇക്വേഷൻ ഇത് വെച്ച് മാറ്റി എങ്ങനെ ഉണ്ടാവും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 2m ബൈ h കട്ട് സ്ക്വയർ നിങ്ങളെ E മൈനസ് എന്താണ്? മൈനസ് E സ്ക്വയർ ബൈ 4πε0 r. കറക്റ്റ് അല്ലേ? ഇൻറ്റു സൈൻ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, റൈറ്റ്. അങ്ങനെയാകുമ്പോൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. ഇനി നമുക്കത് മാറ്റാം. നമുക്ക് ഈ ഇക്വേഷനെ സ്പെറിക്കൽ പോളാറിലേക്ക് മാറ്റാം. അത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ദിസ് ഈസ് ഡെൽ സ്ക്വയർ സൈൻ അല്ലേ. ഈ ടേം കംപ്ലീറ്റ് എന്താണ്? നിങ്ങളുടെ ഡെൽ സ്ക്വയർ സൈ ആണ് അല്ലേ. അപ്പൊ ഡെൽ സ്ക്വയറിന്റെ സ്പെറിക്കൽ പോളാറിലുള്ള ഇക്വേഷൻ ഞങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കോളെ, 1/r സ്ക്വയർ ഡോ ബൈ ഡോ r ഓഫ് r സ്ക്വയർ ഡോ സൈ ബൈ ഡോ r പ്ലസ് അടുത്തത് 1/r സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് r സ്ക്വയർ സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ തീറ്റ. ഇവിടെ സൈൻ തീറ്റ കേട്ടോ. സോറി. ഓക്കെ, ഫൈൻ.
അടുത്തത് അപ്പൊ ആറിന്റെ പാർട്ടായി. നമുക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വെച്ചാൽ ആർ തീറ്റ ഫൈ ആണ്. ആറിന്റെ പാർട്ട് എഴുതി, തീറ്റന്റെ എഴുതി. ഇനി ഫൈയുടെ പാർട്ട് ബാക്കിയുണ്ട്. പ്ലസ് 1/r² sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ സൈ ബൈ 5 വേഗം കഴിയും. ഡോ 5². ഓക്കെ, പ്ലസ് കഴിഞ്ഞോ? ആരുണ്ട്? അപ്പൊ ഈ പാർട്ട് ആയിട്ട് എഴുതാം. ഈ പാർട്ട് എഴുതിയിട്ടുണ്ട്, ഡോ സ്ക്വയർ സൈൻ ആയിട്ടുണ്ട്. ഇനി ബാക്കി ഈ പാർട്ട് ഇല്ലേ, 2m ബൈ ഇവിടെ എഴുതട്ടെ, 2m by h² e plus e square by 4π0 r into psi equal to 0. Okay. അപ്പോ ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനേക്കാൾ എന്തോ ഒരു ടഫാണ് ഇതൊന്നും, റൈറ്റ്? പക്ഷെ സോൾവ് ചെയ്യാൻ ഇതാണ് എളുപ്പം. നിങ്ങൾ റിസൾട്ട് അനലൈസ് ചെയ്യാൻ ഇതാണ് എളുപ്പം. ഓക്കെ, സ്റ്റെപ്പിന്റെ എണ്ണോ വലിപ്പോ അല്ല നമ്മൾ എളുപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ചെയ്യാനും റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റണം. ഇങ്ങനെയൊക്കെയാണ് ഹൈഡ്രേറ്റം, അതിന്റെ എനർജി ലെവൽസ് ഇങ്ങനെയാണ്, ആ കാര്യം പറയാൻ പറ്റണ്ടേ? അപ്പൊ അതിന് ഏറ്റവും നല്ലത് SPC ആണ്. അപ്പൊ നമ്മൾക്ക് ഇനി ഈ ഇക്വേഷൻ ആവശ്യമില്ല. ഇതൊക്കെ മയക്കണം. കാർട്ടീഷ്യന്ന് നമ്മൾ എങ്ങോട്ട് ചാടി? എക്സും വൈയും സെറ്റിന്ന് ആർ തീറ്റ ഫൈയിലേക്ക് ചാടി. ആർ തീറ്റ ഫൈനെ കുറിച്ച് ഉദാഹരണമാണേ ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് എക്സ് വൈ ആൻഡ് സെഡ്. ഇതാണ് സ്പേസിൽ ഒരു പോയിന്റ്. ആ പോയിന്റ് പി ആണെന്ന് വിചാരിക്കും. ആ പി യെ നമ്മൾ സാധാരണ എക്സും വൈയും സെറ്റും ഉപയോഗിച്ചിട്ട് xi plus yj plus zk അല്ലേ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. Suppose this is the position vector. Okay, R ആണ് പൊസിഷൻ വെക്ടർ എന്ന് വിചാരിക്കുക. അപ്പൊ R എങ്ങനെ എഴുതാം? നമ്മള് xi plus yj plus zk എന്ന് എഴുതാറുണ്ട്, ശരിയല്ലേ? റൈറ്റ്. ഇവിടുന്ന് നേരെ z ലേക്ക് ഒരു പൊസിഷൻ എടുത്താൽ അതാണ് R ന്റെ സെറ്റ് കമാൻഡ്. y ലേക്ക് എടുത്താൽ നമുക്ക് അത് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിവേ ഇവിടെ SPCയില് നമ്മൾ ഈ പോയിന്റിനെ P റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആറും തീറ്റയും ഫൈ എക്സും വൈ സെറ്റും അല്ല. ആർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒറിജിന്, നിങ്ങളുടെ കാർട്ടീഷ്യന്റെ ഒറിജിന് പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് ആണ് ആര്? ആർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആറ് മനസ്സിലായതാ? ഈ ലെങ്ത് ആണ്, എനിക്ക് ഈ പോയിന്റ് പി ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്, റൈറ്റ്? ഇവിടെ പി ഇട്ടോ. ഓക്കെ, പി എ ആർ തീറ്റ ഫൈ റെപ്രസെന്റ് ചെയ്യണം. ആ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ആർ എന്താണ്? അതിന്റെ പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, റേഡിയൽ വെക്ടർ എന്നൊക്കെ പറയും നമ്മൾ, റൈറ്റ്? ഇനി എന്താ തീറ്റ? തീറ്റയെ പോളാർ ആംഗിൾ എന്ന് വിളിക്കും. തീറ്റ ഈസ് ഈ പൊസിഷൻ വെക്ടർ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതാണ് തീറ്റ. ഓക്കെ, അപ്പൊ എന്താ തീറ്റ? നമ്മുടെ പൊസിഷൻ വെക്ടർ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. മതിയോ? അപ്പൊ ആറിന് ഈ 0 മുതൽ ഇൻഫിനിറ്റി വരെ നീളാം. അതായത് സ്പിയർ, നിങ്ങൾ ഇവിടെ ഒരു സ്പിയർ കൺസിഡർ ചെയ്താൽ അതിന്റെ റേഡിയസ് ആണ് ഈ 6, ശരിയല്ലേ? ഇനി തീറ്റ എന്ന് പറഞ്ഞാലോ, അത് നോക്കോ, ഇതിപ്പോ z ആക്സിലാണെങ്കിൽ ഇങ്ങനെ നീളം, ശരിയല്ലേ? 0 to π എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ സ്പിയറിന്റെ ഒരു ഭാഗമായി. ഇനി അത് മാത്രം മതിയോ? പോരാലോ, ഈ റൊട്ടേഷൻ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആറിന്റെ പ്രൊജക്ഷൻ എടുക്കുക XY പ്ലെയിനിലേക്ക്. Yes, so this is the projection of R. Okay, ആ projection of R x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അതാണ് ആര്? ഫൈ. 3 കോർഡിനേറ്റ് കിട്ടി. R എന്താ? പൊസിഷൻ വെക്ടർ മാഗ്നിറ്റ്യൂഡ്. തീറ്റ എന്താ? പോളാർ ആംഗിൾ അഥവാ എന്റെ പൊസിഷൻ വെക്ടർ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഫൈ അസിമുത്തൽ ആംഗിൾ എന്ന് പറയും. അതെന്താ? നിങ്ങളുടെ ആറിന്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുക്കുക. ഇതാണ് പ്രൊജക്ഷൻ, ഈ ഡോട്ടഡ് ലൈൻ. അത് ആരുമായിട്ട്? x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആര്? ഫൈ. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ ഇത് ഈ 3 ഉപയോഗിച്ചിട്ടാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് SPCയിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ആറും തീറ്റ ഫൈ ആണ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഫൈ ചേഞ്ചസ് ഫ്രം 0 to 2π ആണ്. ഇത് മൊത്തം കറങ്ങണം. പൈ 0 to π വീണ്ടും തിരിഞ്ഞ് അങ്ങോട്ട് കറങ്ങിയാൽ പോയിന്റ്സ് ഒക്കെ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ 0 to π ആണ് പൈ വേരി ചെയ്യുന്നത്, സോറി തീറ്റ വേരി ചെയ്യുന്നത്. ഫൈ വേരി ചെയ്യുന്നത് 0 to 2π ആണ്. ഓക്കെ, മാർക്കരുത്. 6 വേരി ചെയ്യുന്നത് 0 മുതൽ എത്ര വേണം കിട്ടാം? ഇൻഫിനിറ്റി വരെയാണ്. സാധാരണ ഇൻഫിനിറ്റി ഒന്നും പോകാറില്ല. ഒരു സ്പിയർ ക്യാപിറ്റൽ ആർ റേഡിയസ് സ്പിയർ ആണെങ്കിൽ 0 to ക്യാപിറ്റൽ ആർ അത്ര വേരി ചെയ്യുന്നു, അല്ലേ?
ക്ലിയർ അല്ലേ? സോ ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് ദിസ് ഈസ് 5, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. യെസ്, നമുക്ക് എക്സും വൈ സെറ്റും ഉണ്ടാക്കാം. ഈ പ്രൊജക്ഷൻ എന്താ വരിക? ഇത് തീറ്റ ആണെങ്കിൽ ഇത് ആർ കോസ് തീറ്റ അല്ലേ? ഇതാണ് ആർ കോസ് തീറ്റ. അപ്പൊ സെഡ് ശരിക്കും ഇത് നമ്മൾ എക്സ് വൈ സെഡിലല്ലേ റെപ്രസെന്റ് ചെയ്യാറ് പണ്ട് കാർട്ടീഷ്യനില്. അതിൽ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിന്റിന്റെ സെഡ് ആക്സിലേക്ക് നമ്മൾ വരച്ചാക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്താ? ആർ കോസ് തീറ്റ അല്ലേ? അപ്പൊ സെഡ് ഈക്വൽ ടു എന്താണ്? ആർ കോസ് തീറ്റയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എക്സ് എന്താ നോക്കാം. എക്സ് കിട്ടണ ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് എടുത്തു. ഈ ഡിസ്റ്റൻസ് അല്ലെ, ഈ ഡിസ്റ്റൻസ് ആണ് ആര്? എക്സ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കോസ് ഫൈ കാണും. കോസ് ഫൈ ഈക്വൽ ടു എന്താ വരിക? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്, ഇത് അത് എക്സ് ആണ്, ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇത് 90 ഡിഗ്രിയാണ്. ഹൈപ്പോട്ടന്യൂസ് ഇതാ, ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ഷൻ. ഈ ഭാഗം ആർ കോസ് തീറ്റ ആണെങ്കിൽ ഈ പ്രൊജക്ഷൻ എത്രയായിരിക്കും? ആർ സൈൻ തീറ്റ ആയിരിക്കും. റൈറ്റ്, അപ്പൊ എക്സ് ബൈ ആർ സൈൻ തീറ്റ. അപ്പൊ എക്സ് എന്താ കിട്ടുക? ആർ സൈൻ തീറ്റ കോസ് ഫൈ. ഓക്കെ, അപ്പൊ സെഡ് കിട്ടി, എക്സ് കിട്ടി. ഇനി ആര് വേണം? വൈ വേണം. അതിന് സൈൻ ഫൈ കാണുന്നത്. സൈൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഫൈയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നേരെ എടുത്തു നോക്കുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ്. അതാണ് നിങ്ങളുടെ ഈ പോയിന്റ് എന്തെന്ന്? വൈ കോർഡിനേറ്റ്. സോ വൈ ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ സൈൻ തീറ്റ. സോ വൈ എന്താ ഇടുക? വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ ഫൈ. ഓക്കെ, അപ്പൊ എക്സിനും വൈക്കും സെറ്റിനും ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡെൽ സ്ക്വയറിനൊക്കെ ഇങ്ങനത്തെ ഫോം കിട്ടിയത്. അത് നമുക്ക് വേണ്ടേ, അത് നമ്മൾ ചെയ്യുന്നില്ല, അതിന് ആവശ്യമില്ല. സോ ഇത് ഓർമ്മ വേണം. പക്ഷെ നമ്മുടെ സ്പെറിക്കലില് ആർ തീറ്റ ഫൈ ആണ് കോർഡിനേറ്റ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് ആർ തീറ്റ ഫൈ വിത്ത് എക്സ് വൈ സെറ്റ് എന്നാണ് ഇങ്ങനെയാണ് അല്ലെ? എക്സും വൈ സെറ്റും ഇതാണ്. ക്ലിയർ അല്ലേ? ഫൈൻ. ഇത്രയും കാര്യം ധാരണ ഉണ്ടാവും നിങ്ങൾക്ക്. റൈറ്റ്, വേർ ആറിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന്റെ റൂട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി എൻ്റെ ഉദ്ദേശം അടുത്ത ക്ലാസ്സിൽ ഇത് സോൾവ് ചെയ്തിട്ട് ആറിന്റെ തീറ്റയുടെ ഫ്ലൈഡ് വേറെ വേറെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതലാണ്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറയാം. അതിലേക്ക് നമുക്ക് വരാം, അത് അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, സോ ഇപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ വി വിൽ സീ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.